ടി വിയിൽ വന്നിട്ടും ഇതുവരെ ആരും റെസ്പോണ്ട് ചെയ്തിട്ടില്ല. ക്യാപ്റ്റൻ വിഷമിക്കണ്ട. പോലീസിലും പൊളിറ്റിക്സിലും ഒക്കെ ചില അടുത്ത സുഹൃത്തുക്കളുണ്ട് എനിക്ക്. ആ വഴിക്കൊന്ന് നോക്കാം. എന്തു പറയുന്നു? അതൊക്കെ പോട്ടെ, ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചു. ക്യാപ്റ്റൻ മാരീഡ് ആണോ? മിലിറ്ററി സർവീസിന്റെ കാര്യം അറിയാലോ. ഏതിരുത്തില്ല എന്റെ നെഞ്ചിന് നേരെ ഒരു നിറതോക്ക് കാത്തിരിക്കുന്നെന്ന് പറയാൻ പറ്റില്ല. എന്തിനാ വെറുതെ ഞാനായിട്ടൊരു പെൺകുട്ടിയുടെ ജീവിതം? എന്റെ ഒരു സുഹൃത്തിന്റെ അനുഭവം മുന്നിലുണ്ട്. ഞാനും കൂടി മുൻകൈ എടുത്ത് നടത്തിയൊരു കല്യാണമായിരുന്നു. 2 ആഴ്ച കഴിഞ്ഞ് തിരികെ ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞ് ഒരു ടെററിസ്റ്റ് അറ്റാക്കിൽ എന്റെ മടിയിൽ കിടന്ന് ചോര വാർന്നവൻ മരിക്കുമ്പോൾ നാട്ടിലുണ്ട് ഭാര്യയ്ക്ക് 5-ാം മാസം. അങ്ങനെ എത്ര ജീവിതങ്ങൾ. സോ എന്റെ ജീവിതം ഇങ്ങനെ പോട്ടെ. ഫുള്ളി ഡെഡിക്കേറ്റഡ് ടു ദി നേഷൻ അല്ലേ ക്യാപ്റ്റൻ? എന്നോട് ചോദിച്ച ചോദ്യം ഞാൻ തിരിച്ചു വയ്ക്കട്ടെ. നീന എന്താ? എന്താ ക്യാപ്റ്റൻ? എന്തൊരു ഏർപ്പാടത്! താങ്കളെ പോലുള്ള ഒരു ഉയർന്ന മിലിറ്ററി ഉദ്യോഗസ്ഥന്റെ കേസിൽ പോലും പോലീസിൽ തലംഭാവമാണോ വെച്ചാൽ? ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥൻ എന്ന സ്പെഷ്യൽ കൺസിഡറേഷൻ ഒന്നും എനിക്ക് ആവശ്യമില്ല. ഒരു സാധാരണ പൗരനെന്ന നിലയിൽ ഒരു മിസ്സിംഗ് കേസിൽ ഞാൻ പരാതി കൊടുത്തിട്ട് ദിവസങ്ങൾ കഴിഞ്ഞു. കാണാതായിരുന്നു എന്ന് വിശ്വസിച്ചിരുന്ന അനിരുദ്ധനെ ഞാൻ ഇന്നലെ നേരിൽ കാണുകയും ചെയ്തു. എന്നിട്ടും എന്നെ വിശ്വസിക്കൂ, ഈ സംസ്ഥാനം ഭരിക്കുന്ന ഒരു മന്ത്രി എന്ന നിലയിൽ എന്നെ കൊണ്ടാവുന്ന ഞാൻ ചെയ്യാം. ഇപ്പോൾ തന്നെ DIG വിളിച്ചു പറഞ്ഞ് വേണ്ട ആക്ഷൻ എടുപ്പിക്കാം. നേരെ അവർ എന്റെ അടുത്തോട്ട് വന്നുകൊണ്ട് രക്ഷപ്പെട്ടു. മുഖ്യന്റെ അടുത്തും മറ്റും ആയിരുന്നെങ്കിൽ എല്ലാം കുടുങ്ങുമായിരുന്നു. അതിനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. നിങ്ങൾ വളരെ സൂക്ഷിക്കണം. ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞേക്കാം. കുടുങ്ങിയാൽ ഞാൻ ഒറ്റയ്ക്കാവില്ല. ഇന്ദ്രപ്രസ്ഥം വാഴുന്ന കേന്ദ്ര മന്ത്രിമാർ മുതൽ ഇങ് അനന്തപുരിയിലെ ഇട്ടാവട്ട ഏരിയയിലെ പോക്കറ്റടിക്കാരെയും തെരുവുതണ്ടികളെയും പിടിച്ചകത്താക്കി അവർക്കൊപ്പം ഫോട്ടോ എടുത്ത് പത്രത്തിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ വാർത്ത നൽകുന്ന സർക്കിൾ ഇൻസ്പെക്ടർ തോമസ് ജോസ് വരെ ഈ നെറ്റ്വർക്കിലെ കണ്ണികൾ എല്ലാം ഔട്ടാവും. ഇവിടെയുള്ള ജയിലുകൾ മതിയാവോ സർക്കിളെ? നേതാക്കന്മാർക്കും തിന്നാം വയറ് നിറച്ച് ഗോതമ്പുണ്ട. ഓ, ഇതാ ഇപ്പൊ നന്നായത്. ഒരു കാര്യം പറഞ്ഞു വന്നത് എനിക്ക് തന്നെ പാരയായി. പാരയാവും. അനിരുദ്ധന്റെ കയ്യിൽ നിന്ന് തുട്ടണ്ണി വാങ്ങിക്കുമ്പോ ഓർക്കണം, കുറെ അധികം റിസ്കുകൾ ഷെയർ ചെയ്യേണ്ടി വരുന്ന. 18 തികയാത്ത പെണ്ണും കൂടെ കിടക്കാൻ വേണമെന്ന് നിർബന്ധം പിടിക്കുമ്പോ തയ്യാറാവണം അതിന്റെ കോൺസിക്വൻസസ് ഫേസ് ചെയ്യാൻ. അനിരുദ്ധൻ വെറുതെ പുറത്ത് കറങ്ങിയാണെന്നതാ പ്രശ്നമായത്. ഞാൻ അന്നേ പറഞ്ഞില്ലേ ഇങ്ങനൊരുത്തും തെരഞ്ഞെടുപ്പുണ്ടെന്ന്. ലുക്ക്, എന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ ഇടപെടാൻ ഞാൻ ആരും അനുവദിക്കില്ല. ഞാൻ എന്റെ ഇഷ്ടമുള്ളതൊക്കെ ചെയ്യും, ഇഷ്ടം പോലെ നടക്കും. അതിനാ മാസാമാസം ചില്ലറ വീട്ടിലെത്തിക്കുന്നത്. തനിക്ക് പറ്റില്ലെങ്കിൽ പറ, എനിക്കറിയാം ഈ പ്രശ്നം എങ്ങനെയാ സോൾവ് ചെയ്യേണ്ടതെന്ന്. ഞാനൊരു കാര്യം ആദ്യമേ പറഞ്ഞതാ, ആ പെണ്ണിന് എത്ര നാളെങ്ങനെ പൂട്ടിയിടുന്നത്? ഒന്നിലും അവളെ തുറന്നുവിട്ട് എന്താ വരുന്ന വെച്ചാൽ അനുഭവിക്കാൻ തയ്യാറാക്. അല്ലെങ്കിൽ ഭാര്യയാണെന്ന് സെന്റിമെന്റ്സ് ഒന്നും വേണ്ട. ആരും അറിയാതെ കൊന്നു കുഴിച്ചു മൂട്. അതേ ഉള്ളൂ ഇതിലൊരു പ്രതിവിധി. കൊള്ളാം, നല്ല ഉപദേശം. തന്റെ തലയിൽ ഈ ബുദ്ധിയെ വരൂന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. അല്ല, ഞാൻ പറഞ്ഞത് നിർത്ത. താനൊന്നും പറയണ്ട. എന്റെ ഭാര്യ, ഞാൻ താലി കെട്ടിയ പെണ്ണ. അവളെ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ എനിക്ക് ഒരുത്തന്റെ ഉപദേശം വേണ്ട. എന്റെ കുടുംബകാര്യങ്ങളിൽ എന്ത് ചെയ്യണമെന്ന് താൻ ചിന്തിച്ച് തലമുണ്ടാക്കണ്ട. രക്ഷപ്പെടാൻ എന്താ വഴിയെന്ന് ആലോചിക്കാം. ഞങ്ങൾ ഈ സർക്കിൾ ഉള്ളിടത്തോളം കാലം കേസിൽ യാതൊരു മൂവ്മെന്റ് ഉണ്ടാവുമെന്ന് പേടിക്കണ്ട. പിന്നെ ആ പട്ടാളക്കാരൻ TV-ക്കാരും അവർ ഇത്രയൊക്കെ ഒപ്പിച്ചെടുത്ത സ്ഥിതിക്ക് ഇനി അങ്ങോട്ടുള്ള മൂവ്മെന്റിന് ഒരു ചെക്ക് വെക്കണം. യെസ്,
ഒരു ചെറിയ ചെക്ക്, അതുകൊണ്ട് മടങ്ങി പോരുമെങ്കിൽ പൊക്കോട്ടെ, ജീവനോട്. For more updates, like, comment, subscribe to our channel.